കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ ബി.ജെ.പി നേതൃത്വത്തിന് വിശദീകരണം നൽകി ഷോൺ ജോർജ്. സഭയ്ക്കെതിരെയല്ല, ദീപികയുടെ നിലപാടിനെതിരെയാണ് പറഞ്ഞതെന്ന് ഇന്നലെ ചേർന്ന ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ ഷോൺ ജോർജ് പറഞ്ഞു. പറയാനുള്ളതെല്ലാം സഭാ മേലധ്യക്ഷന്മാരെ അറിയിച്ചതായും ഷോൺ ജോർജ് വ്യക്തമാക്കി. പാർട്ടി എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ പാർട്ടി വിശദീകരണം എന്താണെന്ന് വിശദീകരിക്കാൻ പറഞ്ഞു. കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു, കമ്മിറ്റിയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. സഭയായിട്ട് പ്രശ്നങ്ങളില്ലല്ലോ അല്ലേ, ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങൾ ദീപികയ്ക്കെതിരെ ഒരു ആക്ഷേപം പറഞ്ഞു. ആ ആക്ഷേപം ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് അല്ലേ. എന്തുകൊണ്ട് പറഞ്ഞു? ഇലക്ഷൻ്റെ അന്ന് പോലും മനഃപൂർവ്വമായി ഒരു പാർട്ടിയെ കോൺട്ര ചെയ്യുന്ന വാർത്തകൾ വന്നപ്പോൾ അതിനെതിരെ പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ആ പത്രത്തിന് സഭയുടെ മുഖപത്രം എന്നൊരു പേരുണ്ട്. അപ്പോൾ ആ ക്യാപ്ഷനിൽ നിന്നുകൊണ്ട് ഇത് പറയരുത് ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെയൊന്നും ആയിരുന്നില്ല. ദീപികയെ ചാരി സഭയെ പറയുക തന്നെയായിരുന്നു ഷോൺ ജോർജ്. ഷോൺ പറഞ്ഞത് സഭയ്ക്ക് ഞങ്ങളെ വേണമെങ്കിൽ ഞങ്ങൾക്ക് സഭയെ വേണ്ട എന്ന തീരുമാനമെടുക്കുമെന്ന ഒരു ഭീഷണിയുടെ വർത്തമാനം ഷോണിന്റെ വർത്തമാനത്തിലുണ്ടായിരുന്നു. പി.സി. ജോർജ് പിന്നെ അത്രയും പോലും ഉണ്ടായിരുന്നില്ല. വളരെ എക്സ്പ്ലിസിറ്റായി സഭാപിതാക്കന്മാരെ, ബിഷപ്പുമാരെ അധിക്ഷേപിക്കുകയായിരുന്നു പല വാക്കുകൾ കൊണ്ട്. നമുക്കത് ഒരുപക്ഷെ ഓണറിൽ പറയാൻ കൊള്ളാത്തടക്കമുള്ള പല വാക്കുകൾ കൊണ്ട് ഈ പി.സിയുടെ പതിവ് തനത് ശൈലിയിൽ പല വൃത്തികെട്ട വാക്കുകൾ കൊണ്ടുള്ള അധിക്ഷേപം സഭാപിതാക്കന്മാർക്കെതിരെ മെത്രാന്മാർക്കെതിരെ നടത്തിയിരുന്നു. പാലാ ബിഷപ്പ് അതിനെതിരെ അതിശക്തമായ പ്രതികരണം ഇന്നലെ നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഒരു അനുനയം എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. ടോബി ജോൺസൺ ഒരുങ്ങും ചെയ്തു. ടോബി, അങ്ങനെ ആയിരുന്നില്ല, ഷോൺ പറയുന്ന പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ദീപികയെ പറ്റി മാത്രമായിരുന്നില്ല ഷോൺ പറഞ്ഞത്. സഭയ്ക്കെതിരെ നേർക്കുനേർ തന്നെയായിരുന്നു അറ്റാക്ക്. ഇതിപ്പോൾ പ്രശ്നമാകുമ്പോൾ ദീപികയ്ക്കെതിരെ എന്നത് മാറ്റുകയാണെങ്കിലും ഒരു സമവായ നീക്കമെന്ന് പറയാൻ കഴിയുമോ, അതോ പറഞ്ഞ വിരട്ടുകൾ അവിടെയും പോയി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ടോബി? ഹാഷ്മി, ഒരു സമവായ നീക്കമെന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ സാധിക്കില്ല. ഷോണുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് സഭാ നേതൃത്വത്തെ തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞതൊരു അഭിപ്രായമാണ്. ആ അഭിപ്രായം കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. FCRA വിഷയം പോലുള്ള വിഷയങ്ങളിൽ താൻ ഒരു അഭിപ്രായം പറയുകയാണ് ചെയ്തത്, അത് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ദീപികയുടെ നിലപാട് അതാണ് കൃത്യമായി ഷോൺ ജോർജ് പറയുന്നത്. ദീപികയിൽ വന്ന ലേഖനങ്ങൾ, എഡിറ്റോറിയലുകൾ, തെരഞ്ഞെടുപ്പിന് തലേ ദിവസം വന്ന എഡിറ്റോറിയലുകളടക്കം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അതിൽ ഒരു പ്രതികരണം നടത്തുകയാണ് ചെയ്തത്. ആ കാര്യം സഭാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. റാഫേൽ തട്ടിലുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അങ്ങനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ബി.ജെ.പിയുടെ നേതൃത്വം ഷോൺ ജോർജിനോട് ഒരു വിശദീകരണം ചോദിച്ചു. ആ വിശദീകരണത്തിന് കോർ കമ്മിറ്റിയിൽ ഇന്നലെ മറുപടി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതും ഈ സമാനമായ നിലപാട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വിഷയങ്ങളിൽ വന്ന പ്രതികരണം, ദീപികയിൽ വന്ന ലേഖനങ്ങൾ, അതിനുള്ള മറുപടിയാണ് താൻ പറഞ്ഞത്. എന്തായാലും ഒരു അഭിപ്രായം പറയുകയാണ് ചെയ്തത് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. ഈ രണ്ട് കൂട്ടരോടും, അതായത് ഒന്ന് പാർട്ടിക്കുള്ളിലുള്ള വിശദീകരണം, രണ്ട് സഭാ നേതൃത്വവുമായുള്ള വിശദീകരണം. അപ്പോൾ രണ്ടിടത്തും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. അതായത് ഒരു പ്രശ്നമുണ്ടാക്കാനല്ല ശ്രമിച്ചത്, പകരം അതിനപ്പുറത്ത് ഒരു അഭിപ്രായം പറയുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോഴും പി.സി. ജോർജിന്റെ നിലപാട് അവിടെ ബാക്കി നിൽക്കുകയാണ്. അതായത് ഈ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ വിമർശിച്ചത് അല്പം പ്രശ്നമായിട്ടുണ്ട്. കാരണം അതാണ് കൂടുതൽ ബിഷപ്പുമാരെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ എന്ത് വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ബി.ജെ.പി ഈ ഒരു ഷോണിന്റെ വിശദീകരണത്തിൽ എന്തായിരിക്കും ഇനി തുടർ നിലപാട് സ്വീകരിക്കുക, അതോടൊപ്പം തന്നെ സഭാ നേതൃത്വം എന്തായിരിക്കും ഈ നിലപാട്, അടുത്ത നിലപാട് എന്തായിരിക്കും എന്നുള്ളതും നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഒരു വെടിനിർത്തൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.